ഫിലിമിന്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ ഒരു സാമുറായി പ്രിൻസസിനെയും അവളുടെ അസിസ്റ്റൻസിനെ ആയിരിക്കും കാണിക്കുക. അവരെല്ലാവരും ചേർന്ന് ഇപ്പോ ഒരു ദുഷ്ടനായ അപ്പാപ്പനുമായിട്ട് ഒരു ഞാട്ടിയിടി ബാളം. ആ വെള്ള താടിയും മുടിയും വെച്ച അപ്പാപ്പന്റെ ലക്ഷ്യം മരിച്ചുപോയ സാമുറായിസുകളെ അവരെ കളക്ട് ചെയ്ത് ഒരു പ്രത്യേകതരം ജിപ്സ് ഉപയോഗിച്ച് അവരെ മോൺസ്റ്റർ സോൾജിയേഴ്സ് ആയിട്ട് ഉപയോഗിച്ച് ബാഡ് ആയിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുപോവുക എന്നതാണ്. അത് തടയാനാണ് ഈ ഒരു പ്രിൻസസും അവളുടെ റീറ്റെയിനേഴ്സും അവിടേക്ക് വന്ന് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. ഇറ്റാണെങ്കിൽ വേറെ ലെവലിൽ പോകുമ്പോൾ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് കാണിക്കും. ആക്ച്വലി അതൊരു തിയേറ്ററിൽ നടക്കുന്ന ഒരു അടിപൊളി ഫിലിമാണ്. ഫിലിം കാണുന്നത് മറ്റാരും അല്ല, സാക്ഷാൽ നമ്മുടെ കഥാനായകനായിട്ടുള്ള നറൂട്ടോയും അവന്റെ ഫ്രണ്ട്സും. നറൂട്ടോയ്ക്കാണെങ്കിൽ ആ ഒരു ഫൈറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടാവും. അവനാണെങ്കിൽ കൂക്കി വിളിച്ചും ചൂളം അടിച്ചും ആ സാമുറായ് ക്വീൻ അവരെ സപ്പോർട്ട് ചെയ്തും അങ്ങനെ തിയേറ്ററിൽ കിടന്ന് ബഹളം വെക്കുകയാണ്. ബാക്കിയുള്ളവർക്കാണെങ്കിൽ അത് കേട്ട് പ്രോപ്പറായിട്ട് ആ ഫിലിം കാണാനോ കേൾക്കാനോ സാധിക്കില്ല. അവരുടെ കൺട്രോൾ പോയി നറൂട്ടോയെ പിടിച്ചു വലിച്ച് പുറഞ്ച അടിക്കും. ഓ നോ, നിനക്ക് അല്പസമയം മിണ്ടാതിരുന്നൂടെ? ഞങ്ങൾ എല്ലാവരും ഈ ഫിലിം കാണാനാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. നീ ഒറ്റ ഒരുത്തം കാരണം നിങ്ങൾക്ക് ഈ ഫിലിം പ്രോപ്പറായിട്ട് കാണാനോ കേൾക്കാനോ എൻജോയ് ചെയ്യാനോ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും തല്ലി പുറത്താക്കും. പക്ഷെ നറൂട്ടോയ്ക്കാണെങ്കിൽ അപ്പോഴും യാതൊരു കൂസലും ഇല്ല. പുറത്തേക്ക് വന്ന നറൂട്ടോ ഹായ് ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. സാസുയ്ക്കും സക്കുറയ്ക്കും ആ മൂവി അത് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ കഴിയാത്തതിൽ അല്പ വിഷമമൊക്കെ തോന്നും. അവരാണെങ്കിൽ ഇപ്പൊ അവരുടെ മാസ്റ്റർ കാക്കാഷിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരുപാട് സമയമായിട്ടും അവിടേക്ക് എത്താമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും ഇതുവരെ മാസ്റ്റർ അവിടേക്ക് എത്തിയിട്ടില്ല. മാസ്റ്റർ എവിടെ പോയിരിക്കും, എന്ത് സംഭവിച്ചിരിക്കും ചിന്തിച്ച് അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും അവരെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ലേഡി, അവരൊരു ഫിലിം ആക്ട്രസ് ആണ്, കുതിരപ്പുറത്ത് അവിടേക്ക് ചാടി വീഴുക. അത് കണ്ട് നമ്മുടെ ആൾക്കാർ ഞെട്ടും. അങ്ങനെ ഒരു എൻട്രി അത് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ആക്ട്രസിന്റെ പേര് യൂക്കി എന്നാണ്. നറൂട്ടോയ്ക്ക് ആണെങ്കിൽ ആക്ട്രസിന് ഒരുപാട് ഇഷ്ടമാണ്. നറൂട്ടോ അവളുടെ പേര് വിളിച്ച് അങ്ങനെ അവളെ തന്നെ നോക്കി നിൽക്കും. അടുത്ത നിമിഷം കുറെ റോളിംഗ് സോൾജിയേഴ്സ് അവരങ്ങനെ പാഞ്ഞു വന്ന് അവളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ ആൾക്കാർ ഉണ്ടാമോ എന്ന് ചിന്തിക്കാതെ അവരെ പുറഞ്ചം അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. സത്യത്തിൽ ഇതാണ് ഇവരുടെ മിഷൻ. ഈ മിഷന്റെ ഗ്യാപ്പിലാണ് നമ്മുടെ ആശാമാര് ഫിലിം കാണാനായിട്ട് കയറിയത്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ വമ്പ ഫോഴ്സിൽ അവരുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. അങ്ങനെ ഒരുപാട് മണിക്കൂറുകൾ ഒടുവില് ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് അവർ ചുറ്റും നോക്കും. ആ ലേഡി ആക്ട്രസിനെയും നമ്മുടെ നറൂട്ടോയും അവരെ രണ്ടുപേരെയും അവിടെ കാണാനില്ല. രക്ഷപ്പെട്ടു പോയ ആ ലേഡി ആക്ട്രസിനെ ഫോളോ ചെയ്ത് നമ്മുടെ നറൂട്ടോ അവനും പോയി കഴിഞ്ഞു. ആ ലേഡി ആക്ട്രസ് ആണെങ്കിൽ പേടിച്ച് ഒരു ഭാഗത്ത് അങ്ങനെ മറഞ്ഞിരിക്കുകയാണ്. നറൂട്ടോ ആണെങ്കിൽ അവരുടെ അടുത്തേക്ക് വരും. നിങ്ങൾ ആവശ്യമില്ലാതെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓൾറെഡി ആ വില്ലന്മാരെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് തല്ലിക്കൊന്നു. നിങ്ങളിപ്പോൾ സേഫാണ്. സത്യത്തിൽ ഞാൻ നിങ്ങളുടെ വലിയൊരു ആരാധകനാണ്. ഒരുപാട് തവണ ഞാൻ നിങ്ങളെ കാണാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എനിക്കൊരു ഓട്ടോഗ്രാഫ് തന്നൂടെ. പക്ഷെ ആക്ട്രസ് ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടുന്ന് കടന്നു പോകും. ലൂഫി ആണെങ്കിൽ വിട്ടുകൊടുക്കില്ല, അവളുടെ പിന്നാലെ തന്നെ പോവാണ്. മറ്റൊരു ഭാഗത്ത് സാസുകയും സാക്കുറയും അവരുടെ മുഴുവൻ എഫേർട്ടൊക്കെ ഇട്ട് ഫൈറ്റ് ചെയ്തതിന് ശേഷം ഇപ്പൊ അവിടെ ആരെയും തന്നെ കാണാനില്ല. ഇവിടെ ലൂഫി ആണെങ്കിൽ അവളെ വിടാതെ പിന്തുടർന്ന് വെറുപ്പിക്കുകയാണ്. അവൾക്കാണെങ്കിൽ ചത്താ മതിയെന്നാവും. അവന്റെ പാട്ടും ഡാൻസും ഓവർ ആക്ടിങ്ങും അതെല്ലാം കണ്ട് അവൾക്ക് സഹികെടും. നറൂട്ടോയുടെ ശല്യം സഹിക്കാതെ ആക്ട്രസ് ആണെങ്കിൽ ഓരോ ഭാഗത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ നറൂട്ടോ വിടാതെ അവളെ പിന്തുടർന്ന് ഓട്ടോഗ്രാഫ് ചോദിക്കും. കൺട്രോൾ പോയ ആക്ട്രസ് അവളുടെ കയ്യിലുണ്ടായിരുന്ന പെപ്പർ സ്പ്രേ അതെടുത്ത് അവന്റെ കണ്ണിൽ പുറഞ്ച അട്ടിച്ച് ആ ഓട്ടോഗ്രാഫ് കളഞ്ഞ് അവിടുന്ന് അങ്ങനെ രക്ഷപ്പെട്ടു പോകും. കട്ട് ചെയ്ത ഇവിടെ കാക്കാഷി മാസ്റ്റർ കാണിക്കുകയാണ്. സാക്കുറയും സാസുകയും അവർ രണ്ടുപേരും ചേർന്ന് അടിച്ചിടിച്ച് ലോക്ക് ചെയ്ത് വെച്ച ആ ഒരു വില്ലന്മാരെ അവൻ കാണുകയാണ്. സത്യത്തിൽ ആ ഒരു ആക്ട്രസ് അവൾ അഭിനയിക്കുന്ന ഫിലിം മേക്കേഴ്സ് ആണ് അവളെ പ്രൊട്ടക്ട് ചെയ്യാനും അവൾക്ക് സെക്യൂരിറ്റി കൊടുക്കാനുമായിട്ട് നമ്മുടെ ആൾക്കാർക്ക് ഈ ഒരു മിഷൻ കൊടുത്തത്. അതനുസരിച്ചാണ് ടീം 7 ആ ഒരു മിഷൻ ഏറ്റെടുത്തതും അവളുടെ ലൈഫ് അത് ഈ വില്ലന്മാരുടെ കയ്യിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്തതും. അപ്പോൾ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ ഒരു ആക്ട്രസിന്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ആ ആക്ട്രസ് അവള് ഒരു ചെറിയ പെൺകുട്ടിയാണ്. അവളുടെ പപ്പയാണ് ഐലാൻഡായ ആ സ്നോ ഐലാൻഡിന്റെ കിങ്. ആളൊരു ചീഫ് സയന്റിസ്റ്റ് ആണ്. ആളുടെ കണ്ടുപിടുത്തങ്ങളും അതുപോലെ തന്നെ ഐലാൻഡിന്റെ മൊത്തം നിയന്ത്രണവും അത് മുഴുവൻ തന്നെ കൈക്കലാക്കാനായി അദ്ദേഹത്തിന്റെ ബ്രദർ അദ്ദേഹത്തെ ചതിച്ചു കൊന്ന് ആ ഒരു മാൻഷനും ഐലാൻഡ് സ്വന്തമാക്കാൻ ശ്രമിച്ചു. ആ ആക്ട്രസ് പെൺകുട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അൻപു ബ്ലാക്ക് ഓപ്സിലുണ്ടായിരുന്ന നമ്മുടെ യങ് കാക്കാഷി മാസ്റ്റർ അവളെ സേവ് ചെയ്തു. ആക്ട്രസ് പെണ്ണാണെങ്കിൽ ആദ്യം കാക്കാഷിയും ഒരു വില്ലനാണ്. അവളെ തകർക്കാനാണ് അവൻ ശ്രമിക്കുന്നതെന്നാണ് കരുതിയത്. പിന്നീട് അവളെ സേഫായി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് നിങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി ഇപ്പൊ ഇവിടം വരെ കൊണ്ടെത്തിച്ചു. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. ഇപ്പോ ആ ഒരു ആക്ട്രസിന്റെ ഷൂട്ടിംഗ് നടക്കുന്നത് ആ ലാൻഡ് ഓഫ് സ്നോ വില്ലേജിലാണ്. നാറൂട്ടോയും ടീമും കാക്കാഷിയും എല്ലാവരും അവളുടെ പ്രൊട്ടക്ഷന് വേണ്ടി അവിടെ തന്നെയുണ്ട്. അപ്പൊ അവര് കാണും കാശി വർഷങ്ങൾക്ക് മുൻപ് ആക്ട്രസ് പെണ്ണിനെ സേവ് ചെയ്യുന്ന സമയത്ത് അവൻ ഫൈറ്റ് ചെയ്ത
ചില നിഞ്ചാസ് അവരവിടെ അവളെ നശിപ്പിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. കാക്കാഷിയെ കാണുമ്പോൾ തന്നെ അവർ തിരിച്ചറിയും. അവനാണെങ്കിൽ ഇപ്പോൾ ടെററായിട്ട് കാക്കാഷിയോട് സംസാരിക്കുകയാണ്. സ്റ്റൈലും പവറും ഇപ്പോഴും നിനക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ നിന്റെ നിഞ്ച പവർ അതിനി ഞങ്ങളുടെ മേലെ ഏൽക്കില്ല. ഞങ്ങൾ ഇട്ടിരിക്കുന്ന ഹാമറിന് റെസിസ്റ്റ് ചെയ്യാനുള്ള പവർ ഉണ്ടെന്ന് പറഞ്ഞ് അവനങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ കാക്കാഷി മാസ്റ്റർ ആണെങ്കിൽ അതിലൊന്നും പേടിക്കാതെ പുറകോട്ട് പോകാൻ തയ്യാറാവാതെ ഉറച്ചു നിൽക്കും. 10 നിമിഷം രണ്ട് ടീമും വമ്പൻ ആക്ഷനും ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ പോരാട്ടം. ആ വില്ലന്മാരാണെങ്കിൽ ഐസ് കൊണ്ട് വെയിൽസിനെയും സർക്കുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ആൾക്കാരെ അറഞ്ചം പുറഞ്ചം അടിക്കുകയാണ്. കാക്കാഷി മാസ്റ്ററും നറൂട്ടോയും അവർ കമ്പൈൻ ചെയ്ത് അവരുടെ അറ്റാക്കുകളെല്ലാം തന്നെ ചെറുത്ത് നിർത്തി തിരികെ അറ്റാക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ആ വില്ലന്മാരാണെങ്കിൽ സ്കേറ്റിംഗ് ബോർഡൊക്കെ ഉപയോഗിച്ച് സ്കേറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. നറൂട്ടോ കുട്ടപ്പനാണെങ്കിൽ അവന്റെ 9 ടൈൽ ഫോക്സിനോട് ഒരല്പം എനർജിയൊക്കെ കടം വാങ്ങുകയാണ്. അതിനുശേഷം ആ മെയിൻ ഉണ്ട വില്ലനുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. മറ്റൊരു ഭാഗത്ത് സാസുക അവനാണെങ്കിൽ ഐസ്ബർഗൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ആ വില്ലത്തിയായിട്ട് പൊരിഞ്ഞ പോരാട്ടം. അവൾ ഒരുപാട് ഐസ്ബർഗൻസ് ഒക്കെ അവൻ നേരെ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ സാസുക അവൻ പവർഫുൾ ആണ്. അവളുടെ ഐസ്ബർഗൻസ് അവൾ നീട്ടിച്ച് തകർക്കും. കാക്കാഷിയും ടീമും ആണെങ്കിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഗ്യാപ്പിൽ വില്ലന്മാരാണെങ്കിൽ ഒരു ഐസ് മലകൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ആൾക്കാരെ ഡൈവേർട്ട് ചെയ്ത് ആക്ട്രസ് പെണ്ണിനെ അവളെ പിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഡയറക്ടർക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ആവേശം കൂടും. ആണെങ്കിൽ ആളുടെ അസിസ്റ്റൻസിനോട് പറയും, എന്തുകൊണ്ട് നമുക്ക് ഇതും കൂടെ ഷൂട്ട് ചെയ്ത് മൂവിയായിട്ട് കാണിച്ചുകൂടാ? അങ്ങനെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബോക്സ് ഓഫീസിൽ ഇത് തകർക്കും എന്നൊക്കെ പറഞ്ഞ് ആളാണെങ്കിൽ അതും ഷൂട്ട് ചെയ്യാനായിട്ട് നിർബന്ധിക്കുകയാണ്. ആ ഗ്യാപ്പിൽ ആക്ട്രസ് പെണ്ണ് ആണെങ്കിൽ ആ വില്ലന്മാരുടെ അറ്റാക്ക് പേടിച്ച് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അവളുടെ പിന്നാലെ പോയി നമ്മുടെ നറൂട്ടോ അവളെ സേവ് ചെയ്യും. അതിനുശേഷം ടണലിലൂടെ അവളുമായിട്ട് കടന്നു പോകാൻ ശ്രമിക്കുമ്പോഴായിരിക്കും ഒരു ട്രെയിൻ അതുവഴി വരുന്നതായിട്ട് അവൻ ശ്രദ്ധിക്കുക. അവൻ അവളെ തൂക്കിയെടുത്ത് ഉഷാറായിട്ട് അവളുമായിട്ട് മുൻപോട്ടേക്ക് കുതിച്ചു പായും. ഇവിടെ നറൂട്ടോ ആണെങ്കിൽ അവളെ തൂക്കിയെടുത്ത് മുൻപോട്ടേക്ക് ഓടുന്ന അതേസമയം ഇവിടെ വില്ലന്മാരുടെ എണ്ണം അത് കൂടി വരികയാണ്. അവരെല്ലാവരും ഇപ്പൊ നമ്മുടെ ആൾക്കാരുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കും. മറ്റൊരു ഭാഗത്ത് ഡയറക്ടർ ആണെങ്കിൽ ഒരു സീൻ പോലും വിട്ടുപോവാതെ അതങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. സാസുകയും കാക്കാഷിയും സാക്കുറയും അവരെല്ലാവരും ചേർന്ന് ആ വില്ലന്മാരെ ഒന്നൊന്നായിട്ട് അങ്ങനെ കൊന്നു തള്ളുകയാണ്. ആ മെയിൻ വില്ലനാണെങ്കിൽ വിളിച്ചു പറയും, ഒരു കാരണവശാലും ഞങ്ങളെ തോൽപ്പിക്കാനായിട്ട് കഴിയില്ല. അവളെ ഞങ്ങൾ തിരികെ പിടിച്ചിരിക്കും. അവളെ ഞങ്ങൾ ഇല്ലാതാക്കും. അവൾ മാത്രമാണ് ഇനി ഞങ്ങൾക്ക് ഏക വെല്ലുവിളിയായിട്ട് ബാക്കി നിൽക്കുന്നത്. അതേസമയം നറൂട്ടോ അവനാണെങ്കിൽ നിർത്താതെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ട്രെയിൻ ഓടിക്കുന്നത് വില്ലന്മാരുടെ ടീമേറ്റാണ്. ആ ട്രെയിൻ വമ്പ ഫോഴ്സിൽ ഓടിച്ചു വന്ന് അവരെ ഇടിച്ചു കൊല്ലുക. അതാണ് അവരുടെ ലക്ഷ്യം. നറൂട്ടോയും ആക്ട്രസും അവർ രണ്ടുപേരും ഉഷാറായിട്ട് ഓടുന്ന കണ്ട കാക്കാഷി മാസ്റ്റർ ആൾ അവിടേക്ക് വന്ന് ആ ഒരു ട്രെയിനിന്റെ ട്രാക്കിൽ ബോംബ് വെച്ച് ആ ട്രെയിൻ എങ്ങനെ പൊട്ടിത്തെറിപ്പിച്ച് മുഴുവനായിട്ടും തകർത്തില്ലാതാക്കും. നറൂട്ടോയും ആക്ട്രസ് പെണ്ണും അവർ രണ്ടുപേരും ശാന്തമായി ശ്വാസമൊക്കെ വലിച്ചു വിട്ട് അങ്ങനെ നിൽക്കുകയാണ്. നറൂട്ടോ ആണെങ്കിൽ അവളെ സമാധാനിപ്പിക്കും. ഇനി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എൻ്റെ മാസ്റ്റർ അദ്ദേഹം എത്തിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും നിന്നെ ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ബലൂണിൽ അവിടേക്ക് ആ വില്ലന്മാർ അങ്ങനെ ഫ്ലൈ ചെയ്ത് വരികയാണ്. ഫ്ലൈ ചെയ്തു വന്ന വില്ലന്മാരാണെങ്കിൽ ഇപ്പോൾ അവളെ തൂക്കിയെടുത്ത് ഫ്ലൈ ചെയ്ത് കടന്നു പോകും. നറൂട്ടോ ആണെങ്കിൽ വിടാതെ അവരുടെ പിന്നാലെ ഓടി ആ ഒരു ചരലിൽ പിടിക്കും. അവൻ ക്ലൈംബ് ചെയ്ത് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു വില്ലൻ ഒരു പ്രത്യേകതരം ഡിവൈസ് ഇപ്പം നറൂട്ടോയുടെ ബോഡിയിൽ വെച്ച് അവൻ്റെ പവർ അതങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ആ വില്ലന്മാരാണെങ്കിൽ ഇപ്പോൾ ആ ആക്ട്രസ് പെണ്ണിനെയും നറൂട്ടോയും അവരെ രണ്ടുപേരെയും ഒരു പ്രസനിലേക്ക് കൊണ്ടുവന്ന് അവിടെ ലോക്ക് ചെയ്യും. നറൂട്ടോയാണെങ്കിൽ ഒരു സെല്ലിൽ ചെയിനിൽ അങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. അടുത്ത നിമിഷം പുറത്തൊരു വലിയ പൊട്ടിത്തെറി ഉണ്ടാവും. ആ ശബ്ദം കേട്ട നറൂട്ടോ ആണെങ്കിൽ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കും. പിന്നീട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്ലേഡ് അത് കയ്യിലെടുത്ത് വായിലേക്ക് അടുപ്പിച്ച് എങ്ങനെയെങ്കിലും ആ ചെയിൻ കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. ആ പെണ്ണാണെങ്കിൽ നറൂട്ടോട് പറയും, നമുക്കിനി രക്ഷപ്പെടാനാവില്ല. സേവ് ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ടാണ് നിനക്കും ഈ അവസ്ഥയായത്. നിനക്ക് രക്ഷപ്പെടാൻ കഴിയുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. നറൂട്ടോ ആണെങ്കിൽ അവളെ ആശ്വസിപ്പിക്കും, ഒരു കാരണവശാലും പ്രതീക്ഷ കൈവിടാൻ പാടില്ല. നമ്മൾ തീർച്ചയായിട്ടും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകും. ഞാൻ രക്ഷപ്പെടുകയാണെങ്കിൽ നീയും എന്നോടൊപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞ് അവനൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. ഫ്ലാഷ് ബാക്കിൽ നറൂട്ടോ ചെറുപ്പം മുതൽ ഒറ്റപ്പെട്ട് ജീവിച്ചതും ഒരുപാട് കഷ്ടപ്പെട്ടതും അതിനുശേഷം ഹൊക്കാഗെ അവനെ തിരിച്ചറിഞ്ഞ് കൂടെ കൂട്ടിയതും പലരും അവന് ഫുഡ് കൊടുത്ത് സഹായിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ ഓർമ്മ വരും. അതിനുശേഷം ലൂഫിക്ക് നല്ലൊരു ലൈഫ് കിട്ടിയതും അവൻ ആഗ്രഹിച്ചതുപോലെ നല്ല ഫ്രണ്ട്ഷിപ്പ് കിട്ടിയതും പിന്നീട് അവൻ ഹൊക്കാഗെയായി മാറാൻ എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്തതും അതെല്ലാം അവൻ ആലോചിക്കുകയാണ്. ഇതാ പ്രസന്റ് കാണിക്കും. ലൂഫി ആണെങ്കിൽ അവന്റെ ബ്ലേഡ് ഉപയോഗിച്ച് ആ ഒരു ചെയിൻ കട്ട് ചെയ്യും. അതിനുശേഷം കാക്കാഷി മാസ്റ്റർ അദ്ദേഹം അവിടേക്ക് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ലൂഫി ആണെങ്കിൽ ആ ഭാഗത്തേക്ക് പോയി ഇപ്പൊ മാസ്റ്ററിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് ഒരു ഡോർ ഓപ്പൺ ചെയ്യും.
മാസ്ക് അകത്തേക്ക് വന്ന് ആക്ട്രസ് പെണ്ണിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ചെയിൻ അത് കട്ട് ചെയ്ത് അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും വില്ലന്മാർ അവിടേക്ക് കടന്നു വരിക. കട്ട് ചെയ്ത ആ മാൻഷന്റെ പുറത്താണെങ്കിൽ ചാസുകയും സാക്കുറയും അവർ രണ്ടുപേരും അവരുടെ ടൈജിപ്സും നെഞ്ചിപ്സും ഒക്കെ ഉപയോഗിച്ച് ആ മെയിൻ വില്ലന്മാരുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. നാറൂട്ടോയും കാക്കാഷി മാസ്റ്ററും ഇപ്പൊ ആക്ട്രസ് പെണ്ണിനെ അവളെ സേഫ് ആക്കി പുറത്തേക്ക് കൊണ്ടുവരും. അതേസമയം ആ ബ്രദർ വില്ലൻ അവനിപ്പോ അവരുടെ മുൻപിലേക്ക് വരികയാണ്. നാറൂട്ടോ ആണെങ്കിൽ അവന്റെ ഫുൾ നിഞ്ച പവർ ഉപയോഗിച്ച് ആ മെയിൻ വില്ലനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവന്റെ ബോഡിയിലെ ആ ഒരു സ്പെഷ്യൽ സ്യൂട്ട് അതിന്റെ പവർ കാരണം അവരുടെ അറ്റാക്ക് ഒന്നും അവന്റെ ബോഡിയിൽ ഏൽക്കില്ല. മാത്രമല്ല അതിൽ നിന്ന് വരുന്ന അൺലിമിറ്റഡ് ആയിട്ടുള്ള പവർ, അതിന്റെ പവറിൽ അവർക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റുകയാണ്. അടുത്ത നിമിഷം അവരെ ഞെട്ടിച്ചുകൊണ്ട് ആ വില്ലനാണെങ്കിൽ അവന്റെ സ്യൂട്ടിൽ നിന്ന് ഒരു മോൺസ്റ്ററിനെ ക്രിയേറ്റ് ചെയ്യും. അതൊരു പവർഫുൾ മോൺസ്റ്റർ ആണ്. അത് നമ്മുടെ ആൾക്കാരെ അറഞ്ചം പുറഞ്ചം നിർത്താതെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ലൂഫി ആണെങ്കിൽ ഞൊട്ടിയടയിൽ അവന്റെ ക്ലൗൺസുകളെ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ആ നൈൻറ്റെയിലിന്റെ കയ്യിൽ നിന്ന് പവർ വാങ്ങിച്ച് അവന്റെ ബോഡിയിൽ ആഞ്ഞൊരടി. അടിയിൽ വമ്പം പവർ അങ്ങനെ ക്രിയേറ്റ് ആയി വില്ലൻ അങ്ങനെ തെറിച്ചു പോയി അടിച്ചു വീഴും. ആ ടൈമിൽ സ്പ്രിംഗ് സീസൺ എങ്ങനെ ഉണ്ടാവോ അതുപോലെ തന്നെ ആ ഒരു പ്രദേശം അത് മുഴുവൻ അങ്ങനെ തിളങ്ങുകയാണ്. ഒരു ഐലാൻഡിന്റെ ക്ലൈമറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചും സൗന്ദര്യമൊക്കെ കണ്ട് നമ്മുടെ നറൂട്ടോ ആണെങ്കിൽ ഒരു സെക്കൻഡ് ഫൈറ്റിന്റെ ഇടയിൽ പോലും അതിലങ്ങനെ മതിമറന്ന് നിൽക്കും. ഇവിടെ ആ മാസ് പവറിൽ സ്നോ ലാൻഡിൽ ഇപ്പൊ സ്പ്രിങ് അത് ക്രിയേറ്റ് ആയിരിക്കുകയാണ്. അതൊരു ഫോട്ടോ പോലെ എല്ലാവരും എടുത്തു വെക്കും. പ്ലസ് പെണ്ണിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൾ സന്തോഷത്തിൽ തുള്ളിച്ചാടി നമ്മുടെ നറൂട്ടോയെ കെട്ടിപ്പിടിച്ച് അവനെ കിസ് ചെയ്യുകയാണ്. ആക്ട്രസ് പെണ്ണാണെങ്കിൽ അവൾ നറൂട്ടോയ്ക്ക് കിസ് കൊടുക്കുന്ന ആ ഒരു ഫോട്ടോ അതങ്ങനെ ഫ്രെയിം ചെയ്ത് അതിൽ അവളുടെ ഒരു ഓട്ടോഗ്രാഫ് അത് നറൂട്ടോയ്ക്ക് കൊടുക്കുകയാണ്. സത്യത്തിൽ ആ ഒരു ഓട്ടോഗ്രാഫിന് വേണ്ടിയാണ് ലൂഫി ഇത്രയും കഷ്ടപ്പെട്ടത്. പക്ഷെ ലൂഫിക്കാണെങ്കിൽ ഇപ്പോഴും ആ ഒരു ഓട്ടോഗ്രാഫ് അത് കാണാൻ കഴിഞ്ഞിട്ടില്ല. അവൻ ഓട്ടോഗ്രാഫിന് വേണ്ടി വീണ്ടും വീണ്ടും ഉച്ചത്തിൽ നിലവിളിക്കും. അത് കേട്ട് ആസുകയും സാക്കുറയും അവരങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. ഇവിടെ ആക്ട്രസ് പെണ്ണിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൾ അവളുടെ പുതിയ ലൈഫ് അതങ്ങനെ എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങും. ഒരുപാട് പേര് അവളുടെ അടുത്തേക്ക് വന്നുള്ള ഇഷ്ടമൊക്കെ അറിയിച്ച് അവളുടെ ഓട്ടോഗ്രാഫ് അത് വാങ്ങിക്കുകയാണ്. വെച്ച് ഈ ഒരു ഫിലിം അവസാനിക്കുന്നു. ആക്ച്വലി ഈ ഒരു ഫിലിം അത് ശരിക്കും ഒരു അടിപൊളി സിനിമ തന്നെയായിരുന്നു. നറൂട്ടോടെ ഈസ് കണ്ടിട്ടുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ മൂവി അത് ഒരുപാട് ഇഷ്ടപ്പെടും. മൂവി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി മൂവിയായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വി ലവ് എപ്പിസോഡ്.